ഹായ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ച് സംസാരിക്കാനാണ്. അത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എല്ലാവർക്കും അല്ല, ഇൻ ജനറൽ അല്ല, ഒരു ഡെലിവറി കഴിഞ്ഞ ന്യൂ മോംസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പോസ്റ്റ് ഡെലിവറി നമുക്ക് നമ്മളെ തന്നെ മിററിൽ നോക്കുമ്പോൾ നമ്മളെപ്പോലെ ഫീൽ ചെയ്യുന്നില്ല. മിററിൽ നോക്കുമ്പോൾ വേറെ ഒരു ഭയങ്കരമായൊരു മാറ്റം, ഇപ്പോൾ വെയ്റ്റ് ഗെയിൻ്റെ കാര്യത്തിലായാലും കാണുന്ന ലുക്കിലായാലും പെർസ്പെക്റ്റീവിലായാലും മൊത്തത്തിലൊരു മാറ്റം. അത് മാറുമായിരിക്കും, എന്തായാലും മാറ്റം ഉണ്ടാവുമല്ലോ. ഹോർമോൺസിൻ്റെ ചേഞ്ച് ഉണ്ടാവും, പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഡെലിവറിയിൽ മാറ്റം വന്നതിൻ്റെ ചേഞ്ചസ്, അങ്ങനെ ഒബ്വിയസ് ആണ് ആ മാറ്റം. എന്നാലും നമുക്ക് മിററിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ നോക്കുമ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഫീൽ ചെയ്യാത്തൊരു സിറ്റുവേഷൻ. നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും ശരിയാവുന്നില്ല എന്ന് വെച്ചാൽ എനിക്കധികം ഓപ്ഷൻസ് ഇല്ലല്ലോ എന്നോർത്ത് സങ്കടം വരിക. ഡ്രസ്സ് ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഡ്രസ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആയതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ മാത്രമേ ഓപ്ഷനുള്ളൂ. കാരണം ഫീഡിങ് ആകുമ്പോൾ അതിൻ്റെതായ ഡ്രസ്സ് ഇടുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല, ഉള്ളതിൽ നിന്ന് ചൂസ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടത്തോടെ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻസ് കുറയുമ്പോൾ ഒരു വിഷമം. ഫുഡിൻ്റെ ടേസ്റ്റ് കാര്യത്തിലും ഭയങ്കര മാറ്റം. നമ്മൾ ഇഷ്ടത്തോടെ കൊതിച്ച് കഴിച്ച സാധനമൊന്നും ഇപ്പം നമുക്കങ്ങനെ കഴിക്കണം എന്നുള്ള ഫീലിംഗ് ഒന്നും തോന്നാത്തൊരവസ്ഥ. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കഴിക്കാം, ആ ഒരു സിറ്റുവേഷൻ. പിന്നെ നമുക്ക് തന്നെ ഒരു റീഅഷ്വറൻസ് വേണ്ട ഒരവസ്ഥ. അതായത് ആരെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞാൽ നല്ല പണ്ടത്തെ പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, അങ്ങനെ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീലിംഗ് വരിക. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തോന്നുക. നമ്മളെ പാർട്ട്ണർ നോക്കുമ്പം നമ്മൾ പണ്ടത്തെ അതേ ഭംഗി ഉണ്ടോ അതോ ഇപ്പം നല്ല ഏജ്ഡ് ആയിട്ടാണോ തോന്നുന്നത് എന്നൊക്കെയുള്ളൊരു ഭയങ്കരമായൊരു സെൽഫ് ഡൗട്ട് നമ്മുടെ അപ്പിയറൻസിൻ്റെയും ലുക്കിൻ്റെയും കാര്യത്തിൽ ഫീൽ ചെയ്യുക. ഞാനൊന്നും ഒരു അത്രയും ഭയങ്കരമായ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. കുറച്ച് ഒരുങ്ങി നടക്കുമ്പം ഭംഗിയിൽ നടക്കണം, അത്യാവശ്യം മോശമില്ലാതെ നടക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. കുറച്ച് വൃത്തിയിൽ നടക്കണം, കുറച്ച് അത്യാവശ്യം നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ അത്ര ഭയങ്കരമായിട്ട് അവരെന്നെക്കുറിച്ച് എന്ത് കരുതും, അത്രയും ലുക്സ് അങ്ങനെ ചിന്തിക്കാത്ത ഒരാളാണ്. പക്ഷെ എന്നിട്ട് പോലും എന്നെപ്പോലും അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. എൻ്റെ ലുക്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടുന്ന ഡ്രസ്സിൽ കോൺഫിഡൻസ് ഇല്ല, മിററിൽ നോക്കുമ്പം കോൺഫിഡൻസ് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ പാർട്ട്ണറിനോട് ഒരു റീഅഷ്വറൻസിന് ചോദിക്കുന്ന സിറ്റുവേഷൻ, ഞാൻ ഭയങ്കര വണ്ണം വെച്ചോ, ഞാൻ കുറച്ച് മെലിഞ്ഞോ, ഇപ്പോൾ കാണാൻ പണ്ടത്തെ പോലെ ഭംഗിയുണ്ടോ, അങ്ങനെ ചോദിച്ച് റീഅഷ്വറൻസ് എനിക്ക് കിട്ടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഒന്ന് എന്നെ ഇൻഫോം ചെയ്യൂ. എനിക്കിതൊക്കെ അറിയാം, ഇതൊക്കെ നോർമലാണ്, നാച്ചുറലാണ്, ചേഞ്ചസ് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. പിന്നെ നമ്മളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറുമെന്നറിയാം. പക്ഷേ ഈ സെൽഫ് അവെയർനെസ് ഒരു 2 months കഴിയുമ്പോൾ നമ്മൾ വാവേൻ്റെ കാര്യം മാത്രമല്ലാതെ നമ്മളെക്കുറിച്ചുകൂടി ചിന്തിച്ച് തുടങ്ങുന്നൊരു ടൈം വരുമല്ലോ. ആ ടൈമിലാണ് നമുക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങുന്ന ആ ടൈം മുതലാണ് ഇതൊക്കെ നമ്മളെ ബാധിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അത് ഒരു പ്രോബ്ലമാണ്. അതായത് വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേങ്കിൽ നമ്മൾ ഫുള്ളി ഇപ്പം സെക്ഷൻ ആയവർക്കൊക്കെ ഫുള്ളി ഹീലാവാതെ ഫുൾ വർക്കൗട്ടിലോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സിറ്റുവേഷൻസും അതിന് സപ്പോർട്ട് ചെയ്യാത്തൊരു അവസ്ഥ. അപ്പം അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ടൈമിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ന്യൂ മോംസിനോടാണ് എനിക്ക് പറയാനുള്ളത്, യു ആർ ലുക്കിംഗ് അമേസിങ്. നിങ്ങളുടെ ബ്യൂട്ടി കുറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾ അത്രയും സൂപ്പറായിട്ടാണ്, പണ്ടത്തെക്കാളും സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. ബൈ.